ഹായ് ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് കാണുകയും ചെയ്യാം. ഇന്ന് ഞാൻ ഒരു മുട്ട ഉപയോഗിച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊരു കറി ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുട്ടക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, 4-5 ഇതൾ വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിന്റെ പേസ്റ്റ്, ഒരു ചെറിയ തക്കാളിയുടെ പേസ്റ്റ്, പിന്നെ ഇതിന് ആവശ്യമായ പൊടികളാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 നുള്ള് നല്ല ജീരകം, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പുപൊടി. ഉപ്പും എരിവും ഒക്കെ അവരവരുടെ പരുവത്തിന് ചേർക്കണം. ഞാൻ ഇവിടുത്തെ പരുവത്തിനനുസരിച്ചാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇനി നമുക്ക് കറി വെക്കാൻ ആരംഭിക്കാം. കറി വെക്കുന്നതിനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 2 നുള്ളു ഉലുവായും കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഉലുവായും കടുകും പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയെ പച്ചമുളക് കറിവേപ്പിലയും പച്ചമുളകും വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റിന്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സവാള വഴണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. സവാള വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ പൊടികളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. തക്കാളി പേസ്റ്റിന്റെ പച്ചമണം മാറി വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു മുട്ട ഞാൻ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ വീട്ടിൽ അധികം മുട്ടയൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കാതെ നമ്മൾ 3-4 പേരൊക്കെ നമ്മുടെ വീട്ടിൽ അധികം മുട്ടയൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കാതെ 3-4 പേരൊക്കെ ഉള്ള വീട്ടിലേക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. കണ്ടിപ്പോൾ മുട്ടയും വെന്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ വറുത്തിട്ട് വെച്ചിരിക്കുന്ന പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൽ കിടന്നതെല്ലാം കൂടെ വേകാൻ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിനി തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ചിരവ തേങ്ങയുടെ പാലാണിത്. തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്, വേണമെന്നൊരു ചേർത്താൽ മതി. തേങ്ങാപ്പാലൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും.
ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും ചേർത്ത് കറി തിളച്ച് ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. അല്പം ഉപ്പും അല്പം 2 നുള്ളു പെരിഞ്ചീരവും 2 നുള്ളു ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി പറ്റുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ മുട്ടക്കറിയുടെ കമന്റ് ബോക്സിനകത്ത് ഞാൻ നേരത്തെ ചെയ്ത ഒരു മുട്ട റോസിന്റെ വീഡിയോയുടെ ലിങ്ക് കൂടി ഇടുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതുപോലെ ഒന്ന് കണ്ടു നോക്കണേ. അടിപൊളി മുട്ട റോസ്റ്റാണ്. അപ്പത്തിന്റെ കൂടെ ഈ കറി എങ്ങനെയുണ്ട്? അപ്പത്തിന്റെ കൂടി കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു മുട്ടയുടെ കറിയില്ല, ഒരു മുട്ട ഉടച്ചൊഴിച്ചുള്ള കറിയാണ്. അപ്പത്തിന്റെ കൂടെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ വീട്ടിലും നിന്നും സാധനങ്ങളെല്ലാം ഇഷ്ടം പോലെ കാണണമെന്നില്ല. അപ്പോൾ സാധനങ്ങൾ കുറവുള്ളപ്പോഴും നമുക്ക് ഇതുപോലെ ഒരു കറി ഈസി ആയിട്ട് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാകും. ഈ രീതി എല്ലാവരും ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.